അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് മെയ് 15-നകം മറുപടി നൽകണം. ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, കീഴ്ക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് ഹൈക്കോടതിയെ പ്രതി MK റാം സമീപിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോലീസിന്റെ നിലപാട് എന്താണ്? ടോം, കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിലാണ് ഹൈക്കോടതി അതായത് ഇയാളുടെ പ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് അതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് പോലീസിനോട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മെയ് 15-നകം പോലീസ് മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റേതാണ് മരണം. അതേസമയം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതി ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അതേസമയം റാം പോലീസിന് മുന്നിൽ കീഴടങ്ങാത്തതിലും പോലീസ് ഈ റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതിലും വലിയ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സാഹചര്യം കൂടിയുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ നൽകിയിരുന്ന പരാതിയിൽ പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ 15 ദിവസത്തിനകം നൽകണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അത് മാത്രമല്ല 30 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കി സമർപ്പിക്കണമെന്നും DGP ഉത്തരവിട്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്, അതായത് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി സമീപിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തെന്നുള്ള വിമർശനം രൂക്ഷമായിരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായത്. എന്തായാലും ഈ റാം തനിക്ക് നിതിനോട് പ്രത്യേകിച്ച് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ല. ഈ ലോൺ ആപ്പുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് ഒരു ബന്ധവുമില്ല, താൻ അതിൽ ഇടപെട്ടിട്ടുമില്ല എന്ന് തന്നെയാണ് ജാമ്യാപേക്ഷയിൽ റാം കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇത് ഒരു സ്വാഭാവിക പ്രൊസീജിയറാണ്. ഈ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും കോടതി. മെയ് 15-നകം, ഈ മാസം 15-നകം പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിതിൻ രാജിന് നീതി കിട്ടണം. കേരളം ഒന്നടങ്കം അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഡോക്ടറാകണമെന്ന ആഗ്രഹത്തോടു കൂടി അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ പഠിക്കാൻ പോയതാണ് ആ ചെറുപ്പക്കാരൻ. കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അധ്യാപകരുടെ ചൂഷണം, അതേ തുടർന്ന് ആ ചെറുപ്പക്കാരൻ ജീവനൊടുക്കുന്നു. കേസിലെ പ്രതിയായിട്ടുള്ള MK റാം ഒളിവിൽ പോകുന്ന സാഹചര്യം. MK റാമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബവും സഹപാഠികളും ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ കോളേജിൽ പഠിക്കാൻ ചെന്ന നാൾ മുതൽ ജാതീയമായ അധിക്ഷേപം, മറ്റു പല രീതിയിലുള്ള അധിക്ഷേപം ഉണ്ടാകുന്നു. അതിനിടെ പക്ഷേ പോലീസ് ഈ നിതിൻ രാജിൻ്റെ മരണത്തിന് കാരണം മറ്റു പല കഥകളും പോലീസ് പറയുന്നുണ്ട്. ഈ ലോൺ ആപ്പുകളുടെ ഭീഷണിയും മറ്റുമൊക്കെയാണെന്ന്. പക്ഷേ അവിടെ വ്യക്തമായി വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ട്. അതോടൊപ്പം അവിടെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഏത് രീതിയിലാണ് പരസ്യമായി നിതിൻ രാജ് വിചാരണ ചെയ്യപ്പെട്ടതെന്ന്. കോടതി ഇതടക്കം പരിശോധിക്കും. പോലീസിൻ്റെ റിപ്പോർട്ടും പരിശോധിച്ച ശേഷമായിരിക്കും ഡോക്ടർ MK റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.